ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ സാഹചര്യങ്ങളെ പഴിചാരി പലപ്പോഴും അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് വിഷയം എടുത്താലും അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ, പണ്ടേ രക്ഷപ്പെട്ടേനെ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എൻ്റെ വീടിൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മൾ പഴിചാരും. അത് ഇപ്പോൾ വഴിയരികിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്, നമ്മൾ പറയും ആ നല്ല നിലത്ത് വീഴാഞ്ഞത് കൊണ്ടാണ്, ഞാൻ വീണത് വഴിയരികില, ഞാൻ വഴിയരികിൽ വീണത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാഞ്ഞത്. അതുപോലത്തെ സാഹചര്യങ്ങൾ പാറപ്പുറത്ത് വീണത് കൊണ്ടാണ്, മുൾച്ചെടികൾക്കിടയിൽ വീണത് കൊണ്ടാണ്. ഇങ്ങനെ പറയാം, എന്നെ നല്ല നിലത്ത് വെച്ചിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് വളർന്നേനെ, നല്ല റിസൾട്ട് ഉണ്ടായേനെ, ഞാൻ റാങ്ക് മേടിച്ചേനെ, നല്ല സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് പഠിക്കാനൊരു ടേബിളും പഠിക്കാനൊരു മുറിയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചേനെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പറയും. ഇപ്പോൾ ഈജിപ്തുകാർ ഇസ്രായേലിനെ പീഡിപ്പിച്ചത് വളരെ കഠിനമായിട്ടാണ്. അവർ ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് വൈക്കോല് വേണം, അപ്പോൾ വൈക്കോല് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരോട് ഇഷ്ടിക ഉണ്ടാക്കാൻ വൈക്കോലും കണ്ടെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈക്കോല് അവർ പോയി കണ്ടെത്തണം, പിന്നെ ഇഷ്ടിക ഉണ്ടാക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വന്നു. ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വന്നപ്പോഴും അവർ ഈജിപ്തിൻ്റെ മേലധ്യക്ഷന്മാർ, ഈ മേൽനോട്ടക്കാർ, അവർ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ വൈക്കോലും കൊണ്ടുവരണം, നിങ്ങൾ തന്നെ എണ്ണം, ഇഷ്ടിക ഒരു നിശ്ചിത എണ്ണം വേണമല്ലോ, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഈ ഇസ്രായേൽ ജനങ്ങളുടെ അവരുടെ മേൽനോട്ടക്കാർ ആകെ അവർക്ക് പെട്ടുപോയവർ, അവർ ധർമ്മസങ്കടത്തിലായി എന്നാണ് പറയുക. അത് പുറപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലാണ്. അവർ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ അവർ ധർമ്മസങ്കടത്തിലായി അവർ പുറത്തേക്ക് വരുമ്പോഴും അവർ മോശയും അഹറോനും കാത്തു നിൽക്കുന്നത് കണ്ടു. ഫറവോയുടെ അടുക്കൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മോശയും അഹറോനും തങ്ങളെ കാത്തു നിൽക്കുന്നത് അവർ കണ്ടു. അങ്ങനെയാണ് മോശയെ ധൈര്യപ്പെടുത്തുന്നതും. ദൈവം പറയുകയാണ്, ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്, ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും, നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും, കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവവുമായിരിക്കുകയും ചെയ്യും, ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് നിങ്ങൾ പറയും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ദൈവം പറയും. അങ്ങനെ ദൈവം രക്ഷപ്പെടുത്തി. അങ്ങനെ അവർ യാത്രയിലാണ്. പിന്നെയും അവർ പെറുവിറുപ്പം. അവിടെ ഇന്നത്തെ പെറുവിറുപ്പം അവർക്ക് 2 തരത്തിലാണ്. അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന ചിന്തയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം, ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ പറയല്ലേ, മരിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചാൽ മതിയായിരുന്നു, എന്നെ അങ്ങ് കൊന്നുകളയാൻ പാടില്ലായിരുന്നു. അമ്മയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ പ്രസവിച്ചത്, നിങ്ങൾക്ക് എന്നെ കൊന്നുകളയാൻ പാടിയിരുന്നില്ലേ എന്ന് ചോദിക്കും. അതുപോലെ അവർ ചോദിക്കുകയാണ് കർത്താവിനോട്. ഇത് കർത്താവിൻ്റെ പക്ഷത്ത് കുറച്ച് മനസ്സോട് ചേർന്ന് നിന്നിട്ട് തന്നെ പറയാം, കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോഴും കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിന് അപ്പം വർഷിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് ഇവരെ സഹായിക്കുകയാണ്. അങ്ങനെ ഇതെന്താണ്, അങ്ങനെ മന്ന വർഷിക്കുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് വർഷിച്ച അപ്പമാണിത്. അത് പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ കേട്ടില്ലേ? പ്രതിവചന സങ്കീർത്തനം, കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി, കർത്താവ് സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. അപ്പം ദൈവം നമ്മളെ രക്ഷിക്കാൻ തയ്യാറായി ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവം കണ്ട ഏക പരിഹാരമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു നമ്മൾക്ക് പരിഹാരമായി ഇതാ പരിശുദ്ധ കുർബാനയായി ഇരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഈ വഴി പാറ മുള്ള്, അത് ഈശോ തന്നെ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്.
പക്ഷെ നമ്മൾ മറ്റൊരു രീതിയിലൊന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ധ്യാനിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി നമ്മുടെ ലൈഫ് എളുപ്പമാകുമെന്ന് തോന്നുകയാണ്. ഒരു കുട്ടി പഠിക്കുന്നില്ല, ആ കുട്ടി പരീക്ഷയ്ക്ക് മാർക്കൊന്നും വാങ്ങിക്കുന്നില്ല, പക്ഷെ പഠിക്കേണ്ട കടമ കുട്ടിയുടേത് തന്നെയാണ്. നമുക്ക് പോയിട്ട് പഠിക്കാൻ പറ്റുമോ? നമുക്ക് പോയി ക്ലാസ്സിൽ പോയിരുന്ന കുട്ടിക്ക് പകരം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അത് കുട്ടി തന്നെ പഠിക്കണം. ഒരു കുട്ടി തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. എത്രയോ മനുഷ്യർ, കഴിവില്ലാത്തവർ, അംഗവൈകല്യമുള്ളവരൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അവർ രക്ഷപ്പെട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നല്ലൊരു കോലമെങ്കിലും ദൈവം നമുക്ക് തന്നില്ലേ? നല്ല മുഖമെങ്കിലും നല്ല രൂപമെങ്കിലും ദൈവം നമുക്ക് തന്നില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ എത്രയോ സാധ്യതകളുണ്ട്. അപ്പോൾ വഴിയരികിൽ വീണ വിത്ത്, ഞാൻ വഴിയിലാണ് ജനിച്ചത്, എന്നെ പെരുവഴിയിലാണ് പെറ്റിട്ടത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജീവിതം ഒരു വഴി പോലെ ആയിപ്പോയി, ഞാൻ എൻ്റെ ജീവിതം ഒരു പെരുവഴി പോലെ ആക്കിയെടുത്തു. ഒരു കോൺസെൻട്രേഷനും ഇല്ല എൻ്റെ ലൈഫിന്. ഞാനിങ്ങനെ പല പല ചിന്തകളിലൂടെ കടന്നുപോയി. പഠിക്കാൻ അയച്ചിട്ട് പല ചിന്ത, പഠിക്കാൻ അയച്ചിട്ട് ഡിസ്ട്രാക്ഷൻ, പഠിക്കേണ്ട കൊച്ച് പ്രണയം, പല ചീത്ത കൂട്ടുകെട്ടുകൾ, പല വഴി പോയി. ഒരു വഴിയിലൂടെ പോകേണ്ട ഞാൻ പല വഴിയിലൂടെ പോയി. വഴി യഥാർത്ഥത്തിൽ ഒരു ബഹളത്തിൻ്റെ, കോൺസെൻട്രേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു മേഖലയാണ്. അപ്പം ഞാൻ കുറച്ചുകൂടി എന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ പല വഴി പോകാതെ നേരെ പോകേണ്ടതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാതെ നേരെ പോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ 22 വയസ്സാകുമ്പോൾ ജോലി വാങ്ങിക്കുന്നുണ്ട്. കാരണം 17 വയസ്സാകുമ്പോൾ +2 കഴിയും, പിന്നെ 18, 19, 20 ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് 20, 21 ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും കൂടി എടുക്കും. അവർ പിന്നെ ജോലിക്ക് കയറുക. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് പഠിക്കാനയച്ചാൽ പഠിക്കല, എനിക്ക് കഴിവില്ല അമ്മ, ഞാൻ വല്ല മരപ്പണിക്കും പോയിക്കോളാം. അങ്ങനെ മരപ്പണിയും കൽപ്പണിയും പ്ലംബിങ്ങും ഒക്കെ ചെയ്ത് നടക്കുന്നവർ ഇപ്പോൾ ആ ഒരു ജോലിയുടെ പേരിൽ അവർക്ക് കാശുണ്ട്. ഒരു 1000 രൂപയെങ്കിലും കിട്ടും, 1200 രൂപയെങ്കിലും കൊച്ചിയിലൊക്കെ കിട്ടും ഒരു കൽപ്പണിക്കാരന്. പക്ഷെ കല്യാണം കിട്ടുന്നില്ല. പെണ്ണുങ്ങൾക്ക് വേണ്ടെന്നേ, കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും പ്ലംബറിനെയും വേണ്ട. അപ്പം നമ്മൾ പണ്ട് അമ്മ പറഞ്ഞപ്പോൾ എടാ പോയി പഠിക്കടാ, ഞങ്ങൾ പഠിച്ചില്ലടാ, നീ ഒന്ന് പോയി പഠിക്കടാ എന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, അങ്ങനെ ജോലി നോക്കി 10-30 വയസ്സായിട്ടും ജോലി ഒന്നും സെറ്റായിട്ടില്ല. ഇപ്പം 30 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കിട്ടിയാൽ. അപ്പം ഇന്ന് കല്യാണം കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഒരു ജീവിതത്തിൻ്റെ ഒരു വഴിയിലെത്താത്തതിൻ്റെ കാരണം എന്താ? ഒരു വഴിയിലൂടെ പോയപ്പോൾ പല വഴി കാര്യങ്ങൾ കടത്തിവിട്ടതാണ്. ബഹളത്തിൽപ്പെട്ട കോൺസെൻട്രേഷൻ ഇല്ലാതെ ഡിസ്ട്രാക്ഷനിലേക്ക് പെട്ടുപോയി. ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിൽ, പണ്ടത്തെ ആളുകളുടെ കയ്യിൽ ഫോണൊന്നുമില്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ കുട്ടികൾ രാത്രി ഫോൺ നോക്കിയിരിക്കും, ഉറങ്ങാൻ ഒരു മുറി, ഫോണ്, എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ രാത്രി ഉറക്കമില്ല മക്കൾക്ക്, ഈ ഫോൺ നോക്കിയിരിപ്പല്ലേ. അപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ മിനിമം ഉറങ്ങുള്ളൂ. 5 മണിക്കൂർ ഉറങ്ങിയാൽ എങ്ങനെ ബുദ്ധി വർദ്ധിക്കും? എങ്ങനെ മെമ്മറി കപ്പാസിറ്റി ഉണ്ടാകും? പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെ ഉണ്ടാകും? പ്രസൻസ് ഓഫ് മൈൻഡ് വഴിയരിക ഡിസ്ട്രാക്ഷനാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലായ്മയാണ്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തും പരീക്ഷ എഴുതുന്ന സമയത്തും പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലെങ്കിൽ എങ്ങനെ ജയിക്കും? അപ്പം ഡിസ്ട്രാക്ഷൻ, ഇതിന് കാരണം നമ്മൾ തന്നെയല്ലേ? നമ്മുടെ വഴിയരികിൽ വീണ പോലത്തെ അവസ്ഥ നമ്മളാക്കിയെടുത്തു. അങ്ങനെ ഇനിയും അപ്പം പാറപ്പുറത്ത് വീണ വിത്ത് അത് വെയിലേറ്റ് വാടി ഇങ്ങനെ പുറമെ മാത്രം വിത്ത് വീണിട്ട് താഴേക്ക് മണ്ണില്ല. ഇപ്പോൾ ചില ആളുകളും ഇങ്ങനെ, ചില മക്കൾ മാതാപിതാക്കളെ നന്നായിട്ട് കബളിപ്പിക്കും. അവർ പഠിക്കുകയാണെന്ന് കാണിക്കും. അപ്പം അമ്മ നോക്കുമ്പോൾ മക്കൾ പഠിക്കുകയാണ്. എൻ്റെ കൊച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എവിടെ? നമുക്കെല്ലാം അറിയാൻ പാടില്ല പഠിക്കുകയാണോ എന്ന്. എന്തെങ്കിലും പല വിചാരത്തിലോ അല്ലെങ്കിൽ ഫോൺ പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പുറമെ ഭംഗിയായി നടന്നു. ചില ആളുകളുണ്ട്, നാട്ടുകാർക്ക് പല ഉപകാരം, വീട്ടിലൊരു ഉപകാരമില്ല. വീട്ടിൽ പറഞ്ഞാൽ കേൾക്കില്ല, എന്നാൽ വീടിന് വേണ്ടി വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിന് പകരം പലവിധ കാര്യങ്ങളിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭംഗിയായിട്ട് കാണിച്ചു നടന്നു. പഠിക്കുന്നതായിട്ട് ഭാവിച്ചു, പഠിക്കുന്നെന്ന് കുറച്ച് പഠിച്ചു, ഞാൻ കുറേ പഠിച്ചു എന്ന് പറയുന്നതായിട്ട് അങ്ങനെ നടന്നു. എവിടെ? ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടി പേഴ്സണൽ
ലെവലിലേക്ക് ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് പേഴ്സൺ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ, ആരെയും ബോധ്യപ്പെടുത്തുന്ന നമ്മളെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ. ശരിക്കും പഠനത്തിൻ്റെ 3 ഘട്ടങ്ങൾ: ആദ്യം നമ്മളെ ബോധ്യപ്പെടുത്തണം, പിന്നീട് അമ്മയോ ടീച്ചറോ സഹോദരങ്ങൾ ആരെങ്കിലും അമ്മ എന്നോടൊന്ന് ചോദിക്കോ, ഞാൻ പറഞ്ഞു തരാം, ഞാനൊന്ന് പറയണം, അമ്മക്ക് ശ്രദ്ധിക്കോ, ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് അമ്മ ഒന്ന് ചെക്ക് ചെയ്യോ. അതും കഴിഞ്ഞ് 3ാമത്തേതാണ് പരീക്ഷ. ഇതൊന്നുമില്ലാതെ നേരെ പോയി പരീക്ഷയിൽ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കില്ല. നമ്മൾ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളെ ബോധ്യപ്പെടുത്തണം. പെരിഫറലായിട്ട് ആളുകളെ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, ഞാൻ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒരു ബോധ്യം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. മുള്ള് പല വിധത്തിലാകാം. അപകർഷതാബോധമാകാം, കുറവുകളാകാം, ചിലപ്പോൾ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞും പഴിചാരിയും ഇരിക്കുന്ന അവസ്ഥകളാകാം, ചിലപ്പോൾ ദുശീലങ്ങളാകാം. ദുശീലങ്ങൾ. ഒരു കല്യാണം വന്നു, അപ്പം പെണ്ണിൻ്റെ അമ്മ ചെറുക്കൻ്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ചെറുക്കൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്നപ്പോൾ ചെറുക്കൻ കൂട്ടുകാരോടൊത്ത കള്ളും കുടിച്ചിരിക്കുന്നു. അമ്മായിയമ്മയാകേണ്ട സ്ത്രീ കണ്ടത് അവരപ്പം തന്നെ അങ്ങ് വിട്ടുപോയി. ഒരു കല്യാണം മുടങ്ങിപ്പോയി. ദുശീലം കാരണം പട്ടാപ്പകൽ എവിടെയോ നിന്ന് കള്ളു കുടിക്കുന്നത് ആ സ്ത്രീ കണ്ടു. നോക്കിക്കേ, ചില ദുശീലങ്ങളാണ്. നമുക്കതൊന്നും മാറ്റാൻ പറ്റുകയില്ല, നമുക്കത് മാറ്റാനേ പറ്റുകയില്ല. നമുക്കിപ്പോൾ ഈ കക്ഷത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ കൈ ഇങ്ങനെ ഉയർത്താൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ പിടിവിടാത്ത പല കാര്യങ്ങളുണ്ട്. അത് പിടിവിടാൻ നമുക്ക് പറ്റുകയില്ല. ആ ദുശീലങ്ങളൊന്നും മാറ്റാൻ പറ്റുകയില്ല, അപകർഷതാബോധം മാറ്റാൻ പറ്റുകയില്ല. ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ കൈ അങ്ങോട്ട് ശരിക്കും ഉയർത്തിപ്പിടിക്കാം, കർത്താവിന് അനുഗ്രഹം നേരെ വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സാഹചര്യങ്ങളെ പഴിചാരി, ഞാൻ വഴിയരികിൽ വീണതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പാറപ്പുറത്ത് വീണ് പോയത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നിറയെ മുള്ളുകളാണ്, എൻ്റെ അപ്പം കുടിയനാണ്, എൻ്റെ അമ്മ എന്നെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കയ്യിൽ കിട്ടിയ ലൈഫ് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയെടുക്കാനല്ലേ ശ്രമിക്കേണ്ടത്. ഇനി നല്ല നിലത്ത് വീണ വിത്ത് എന്തുകൊണ്ടാണ് 30ഉം 60ഉം കിട്ടി? 100 കിട്ടണ്ടേ? നല്ല നിലത്ത് വീണ വിത്ത് പോലും 30ഉം 60ഉമായി. എന്തേ 100 കിട്ടിയില്ല? നല്ല നിലത്ത് വീണ, നല്ല പഠിക്കാനുള്ള മുറി, നല്ല കുടുംബം, നല്ല സാഹചര്യം, നല്ല സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഡിസ്ട്രാക്ഷനും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ, അപകർഷതാബോധം വന്നു കഴിഞ്ഞാൽ, ആളുകളെ കാണിച്ചുകൊണ്ട് നടന്ന ചില പിള്ളേരുണ്ട്, ബൈക്കിങ്ങനെ ചീറിപ്പാഞ്ഞു പോവും. ബൈക്ക് ഞാൻ നന്നായിട്ട് ഓടിക്കുന്നവനാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം, എനിക്കിതേ ഒരു ബൈക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടുള്ള ജീവിതം വഴിയിൽ നിൽക്കുന്ന ആളുകൾ പോലും പറയും, ഇവൻ ആരെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ബന്ധമില്ലാത്ത വഴിയിലരികെ നിൽക്കുന്നവരുടെ പ്രാക്ക് പോലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വീഴും. അപ്പോൾ നല്ല നിലത്ത് വീണാലും 100% വിളവുണ്ടാകണമെന്നില്ല. അത് നമ്മുടെ കോൺസെൻട്രേഷനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും അതൊക്കെ കൊണ്ടാണ്. പ്രസൻസ് ഓഫ് മൈൻഡും നമ്മുടെ ദുശീലങ്ങളും അതൊക്കെ മാറ്റി നല്ലൊരു ഇന്നർ ഹീലിങ്ങും കൂടി കിട്ടിയാലും മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മൾ ഇന്നർ ഹീലിംഗ് ഇല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഇസ്രായേൽ ജനം പഴിചാരിയതുപോലെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നോർത്ത് നോക്കിക്കോ, നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായത്. നമ്മളിങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കും. എന്നാൽ ഉള്ളത് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ദൈവം അത് അനുഗ്രഹിക്കും. അതാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ജീവൻ നൽകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനുമാണ് വന്നിരിക്കുന്നത്. ഈശോ അത് നൽകിക്കൊണ്ട് പറയുന്നത്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഈശോ നമ്മുടെ ജീവിതത്തെ പരിഹരിക്കാൻ കഴിവുള്ളവൻ. ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിലാകമാനം അങ്ങ് നിറഞ്ഞാൽ നമുക്ക് ഈ കുഴപ്പങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? നമ്മുടെ പേഴ്സൺ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ലേ? നമ്മുടെ അപകർഷതാബോധം മാറില്ലേ? ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന നമുക്കെല്ലാവർക്കും റോൾ മോഡലായ ഈശോ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറിയാൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകിയല്ലേ? പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഈ വിധത്തിൽ കൗദാശിക ജീവിതത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ ദുരാചാരങ്ങൾക്കോ ചരടുകെട്ടലോ തൂവാലകെട്ടലോ താക്കോല് പൂട്ടലൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പരിഹാരമാകില്ല. അതൊരു ശാശ്വതമായ പരിഹാരമേ അല്ല. ശാശ്വതമായ പരിഹാരം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നീ കർത്താവിൻ്റെ കൂടെ നിൽക്കുക, കർത്താവിനെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ഒരു മകൻ അങ്ങനെ പ്രണയനൈരാശ്യത്തിൽപ്പെട്ടവൻ ഒരു ആത്മഹത്യാശ്രമം നടത്തി. അപ്പോൾ അവൻ ICUയിൽ അഡ്മിറ്റായി, വിഷം കഴിച്ചു. അപ്പോൾ അവന് വേണ്ടി വീട്ടുകാരും കൂട്ടുകാരും പ്രാർത്ഥിച്ചു. ഞങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും മകന് സൗഖ്യം കൊടുക്കണമേ. റഫായേൽ മാലാഖയെ അവർ ആശുപത്രിയിലേക്ക് അയച്ചു. റഫായേൽ മാലാഖയെ ഗബ്രിയേൽ മാലാഖ മാതാവിൻ്റെ അടുക്കലേക്ക് ചെന്നതുപോലെ സൗഖ്യത്തിൻ്റെ മാലാഖയെ ആശുപത്രിയിൽ കിടക്കലേക്ക് ചെല്ലണമേ. അവൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയണമേ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവനിപ്പോൾ വാർഡിലേക്ക് അവനെ മാറ്റി. അതുപോലെ യേശു നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അതാണ് മന്ന കൊടുത്തിട്ട് പറയാണ്, ഇതാണ് പരിഹാരം. ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം തന്ന അപ്പമാണിത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണിത്. ഇതാണ് പ്രിയ മക്കളെ നമുക്ക് പരിഹാരം. വഴിയരികിലൊന്നും പരിഹാരം തേടി പോകരുത്. നിന്റെ സഭയിൽ, ഈശോയുടെ ശരീരമെന്ന് പറയുന്ന സഭയിൽ നിനക്ക് പരിഹാരമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്ക് കുർബാനയിൽ നിനക്ക് പരിഹാരമുണ്ട്. നിന്റെ കൗദാശിക ജീവിതത്തിൽ നിനക്ക് പരിഹാരമുണ്ട്. അതിന് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ. പരിശുദ്ധമ്മ ഒത്തിരി അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധമ്മ ആ ബോധ്യത്തിലാണ് കുരിശിൻ്റെ വഴിയിലൂടെ നടന്നതും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതും ഈശോയുടെ ശരീരം, മുറിക്കപ്പെട്ട ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങിയതും. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനാ, നീ വരേണേ ജീവനായി, ജീവനേകും ബോധ്യമായി പിരിയാതെ എൻ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ. ആമേൻ.